വാർത്തകളിലേക്ക്. ഉപ്പുതറ കാറ്റാടിക്കവല പശുപ്പാറ 7-ാം നമ്പർ റോഡ് തകർന്ന് കാൽനട യാത്ര ദുഷ്കരമായി. പശുപ്പാറ കവല മുതലുള്ള 2 കിലോമീറ്റർ ദൂരമാണ് തകർന്നു കിടക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ ഫണ്ട് അനുവദിച്ച് കാലാവധി പൂർത്തിയാക്കിയ റോഡുകളുടെ ഫണ്ട് മരവിപ്പിച്ചതാണ് ഈ റോഡിന് തിരിച്ചടിയായത്. 25 വർഷമായി തകർന്നു കിടക്കുന്ന റോഡിന് വാഗ്ദാനമല്ലാതെ നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇത് പുഴ ദിശമാറി ഒഴുകിയതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതും പീരുമേട് നിയോജക മണ്ഡലത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ യാത്രാ മാർഗമാണ്. ഉപ്പുതറ ചീന്തലാർ പശുപ്പാറ 7-ാം നമ്പർ റോഡിന്റെ അവസ്ഥയാണിത്. 4 നൂറ്റാണ്ടായി തകർന്നു കിടക്കുന്ന റോഡ് മഴക്കാലത്ത് പുഴയായി മാറും. മലമുകളിലെ വെള്ളം മുഴുവൻ റോഡിലൂടെയാണ് ഒഴുകുന്നത്. മഴവെള്ളം ഒഴുകി റോഡിന്റെ വശങ്ങൾ ഇടിയുകയും ചെയ്തു. റോഡ് ഉടൻ നിർമ്മിക്കുമെന്നുള്ള വാഗ്ദാനം കേൾക്കാൻ തുടങ്ങിയിട്ടും 4 നൂറ്റാണ്ടായി. റോഡിനായി എണ്ണിയാൽ ഒടുങ്ങാത്ത സമരങ്ങൾ നടക്കും. സമരം നടക്കുമ്പോൾ ഓടിയെത്തും. പിന്നെയും റോഡിന് നടപടി ഉണ്ടാവില്ല. ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ കണ്ടാൽ സാംസ്കാരിക കേരളം നാണിച്ചു പോകും. MP, MLA, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും റോഡിന്റെ കാര്യത്തിൽ വാഗ്ദാനങ്ങളില്ലാതെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. റീബിൽഡ് കേരളയിൽ മുൻ MLA ES ബിജുമോൾ ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ സമയബന്ധിതമായി പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നില്ല. പിന്നീട് നിയമം മാറി. 6 മീറ്റർ റോഡ് 8 മീറ്റർ വേണമെന്ന നിയമം വന്നു. ഇതിന് ഭൂമി കണ്ടെത്താൻ കാലതാമസവും ഉണ്ടായി. ഭൂമി കണ്ടെത്തി റോഡിന്റെ ടെൻഡർ പൂർത്തിയായപ്പോൾ സർക്കാർ ഫണ്ട് മരവിപ്പിക്കുകയും ചെയ്തു. പശുപ്പാറ റോഡിന് ഈ വെള്ളം ഇതുപോലെ ഒഴുകി വഴി യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ കടന്നു പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടുകളാണ്. സർക്കാർ ഇതിനുവേണ്ടി യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതിനെ വണ്ടി ഓടിക്കുന്ന പശുപ്പാറ, ചെമ്മണ്ണ, ചീന്തലാർ എസ്റ്റേറ്റ് കൂടി പണിത് നല്ല രീതിയിൽ വണ്ടി ഓടിക്കൊണ്ടിരുന്ന റോഡായിരുന്നു ഇത്. ഈ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം യാതൊരു കാരണവശാലും ഇതിനെ കാൽനടക്കാർക്കൊന്നും പോലും നടക്കാൻ പറ്റാത്ത ഇതാണ്. ഇവിടുത്തെ MLA-യോ MP-യോ പഞ്ചായത്ത് മെമ്പറോ യാതൊരു നടപടികളും സ്വീകരിക്കാത്തത് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന വളരെ ദ്രോഹമാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാപ്പിക്കുതാൽ സ്കൂൾ കുട്ടികളടക്കം കടന്നു പോകുന്ന റോഡാണ് ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. വലിയ ഗർത്തങ്ങളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടും അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും മോഹനസുന്ദര വാഗ്ദാനം നൽകി വിജയിച്ചു പോകുന്നവർ പിന്നീട് വെളുക്കുച്ചിരിച്ച് നൂറുകണക്കിന് കുടുംബങ്ങളെ കളിയാക്കി കടന്നു പോകുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. വോട്ടിനു വേണ്ടി ഒരു മുന്നണിയും ഇങ്ങോട്ട് വരണ്ട എന്നാണ് പശുപ്പാറ നിവാസികൾ പറയുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.